ആലപ്പി അഷ്റഫ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ്. നമുക്ക് എന്നും ഓർമ്മിക്കാൻ വേണ്ടിയുള്ള നല്ല പാട്ടുകളുള്ള നിന്നിഷ്ടം എന്നിഷ്ടം എന്ന പടം നമുക്ക് സംഭാവന ചെയ്തത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ മിമിക്രി കലകളിൽ അദ്ദേഹത്തിനെ വെല്ലാൻ ഇന്നിപ്പോൾ ഇവിടെ ആരുമില്ല. പ്രായമായതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ അദ്ദേഹത്തിന്. എല്ലാ രീതിയിലും നല്ലൊരു കലാകാരനാണ്. ഇപ്പോൾ അടുത്തിടെയാണ് ആളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. യൂട്യൂബ് ചാനലിൽ തുടങ്ങിയോടുകൂടി മൂപ്പർ കംപ്ലീറ്റ് നെഗറ്റീവിൻ്റെ ആളായിട്ട് മാറിയിരിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുവിധം പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടായി, വരുമാനമില്ല, മിമിക്രിക്ക് പോകാൻ പറ്റില്ല, സിനിമയിൽക്കാർ വിളിക്കുന്നില്ല, സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വലിയ കലാകാരനാന്ന് പറഞ്ഞിട്ട് ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വരുമ്പോൾ എന്തുണ്ടാവുക, മാസം യൂട്യൂബിൽ നിന്ന് നല്ല പൈസ കിട്ടില്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ആലപ്പി അഷ്റഫ് മാത്രമല്ല, എല്ലാവരും വയസ്സന്മാരൊക്കെ ഇപ്പോൾ യൂട്യൂബ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു ക്യാമറയും വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ മുറുക്കാൻ മേടിക്കാനുള്ള കാശ് കിട്ടില്ലോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും ഇറങ്ങി നോക്കുക. അതുപോലെയല്ല ആലപ്പി അഷ്റഫും ഇറങ്ങിയിരിക്കുന്നത്. ആലപ്പി അഷ്റഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചരിത്രങ്ങൾ അദ്ദേഹം ഇനി സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യാത്ത ഫീൽഡുകളൊന്നുമില്ല, എല്ലാത്തിലും വർക്ക് ചെയ്തുള്ള വ്യക്തി. അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ ക്ലാപ്പ് വരെ അടിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി, സിനിമ അരച്ച് കലക്കി കുടിച്ചുള്ളൊരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവരും അത് ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആലപ്പി അഷ്റഫിൻ്റെ ചാനൽ ക്ലിക്കായത്. അദ്ദേഹം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 50,000 60,000 അതുപോലെ 1,00,000 2,00,000 ആൾക്കാരൊക്കെ ആ ചാനൽ കാണാനായിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമാ ലോകത്തെ പച്ചയായ കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് ആർക്കാണ് വിഷമം തോന്നുന്നോ, ആർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നോ എന്നൊന്നും ആരും ചിന്തിക്കാറില്ല. പക്ഷെ പലർക്കും വിഷമം തോന്നുന്ന, പലർക്കും ബുദ്ധിമുട്ട് തോന്നുന്ന, മനസ്സിനെ വേദനിപ്പിച്ച, മനസ്സിനെ നോവിപ്പിച്ച പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ആലപ്പി അഷ്റഫായ കാരണം അദ്ദേഹത്തോടൊന്ന് ചോദിക്കാനോ അത് ചെയ്തത് ശരിയായില്ല എന്ന് പറയാനോ ആരും തുനിയാറില്ല. നമ്മളപ്പോൾ ഇപ്പോൾ ആലപ്പി അഷ്റഫ് പറഞ്ഞുള്ളൊരു സംഗതി അത് ഭയങ്കര വിവാദമായിട്ടിരിക്കുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടപ്പറ പങ്കിടാത്ത നടികളുണ്ടെങ്കിൽ പറയട്ടെ എന്ന്. ആരാണ്? ആലപ്പി അഷ്റഫിനോടാണോ പറയേണ്ടത്? അത് പൊതുവേദിയിൽ വന്ന് പറയണോ? അത് സോഷ്യൽ മീഡിയ കൂടെ പറയണോ? ഞാൻ ഒരു സംവിധായകൻ്റെയും ഒരു നിർമ്മാതാവിൻ്റെയും കിടപ്പറ പങ്കിട്ടിട്ടില്ല എന്നുള്ളത് എത്ര കാര്യമൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ആലപ്പി അഷ്റഫ് ഉപജീവനമാർഗമാണ് സിനിമ. ആ ഉപജീവനമാർഗം സിനിമ ചെയ്ത വ്യക്തി ഇപ്പോൾ വന്നിരുന്ന് യൂട്യൂബിൽ എന്ന് പറയുന്നത് കിടപ്പറ പങ്കിടാണ്ട് നടിയായത് ആരുമില്ല എന്ന്. അപ്പോൾ നിങ്ങളെ പടത്തിലും പല നടികളും ഇതുപോലെ ഫേമസായി നിങ്ങളുടെ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന നടികളുണ്ട്. അവരൊക്കെ നിങ്ങളുടെ കടപ്പുറ പങ്കിട്ടിട്ടാണോ വന്നത്? നിങ്ങളെന്താ ആരെങ്കിലോടും കടപ്പുറ പങ്കിടാൻ ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ പല ആൾക്കാർക്കും പല സംശയങ്ങൾ തോന്നും ഇങ്ങനെയുള്ള ഒരു വാക്കൊക്കെ പറയുമ്പോൾ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ നല്ല നടികൾ ഒരു കടപ്പുറയും പങ്കിടാണ്ട് അവരവരെ അഭിനയത്തിൻ്റെ ടാലൻറ്റ് കൊണ്ട് ഇന്ന് മലയാള സിനിമ കീഴടക്കിയ ആൾക്കാരുണ്ട്. പിന്നെ ഏത് നടിയായാലും ഏത് നടനായാലും മനുഷ്യരാണ്. അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും നടക്കണ്ടെങ്കിലുള്ളൂ. അല്ലാണ്ട് കിടപ്പറ പങ്കിടാണ്ട് ഒരു നടിയും നടിയായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയണത്. അതൊരിക്കലും ആലപ്പി അഷ്റഫ് പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സിനിമാക്കാരനാണ്, നിങ്ങൾ സിനിമ കൊണ്ട് ജീവിച്ച വ്യക്തിയാണ്, നിങ്ങൾക്ക് സിനിമയിൽ നിന്ന് നല്ല പൈസ കിട്ടിയ വ്യക്തിയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ നടികളെ അടച്ചാക്ഷേപിച്ചത് ശരിയായില്ല. അടച്ചാക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഈ തെങ്ങിനും കഴുങ്ങിനും ഒരേപോലെ തളപ്പ് കെട്ടി കഴിഞ്ഞാൽ ശരിയാവില്ല. അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന നടികളുണ്ടായിരിക്കാം. അതിനെ നമ്മൾ അടച്ചാക്ഷേപിച്ച് എല്ലാ നടികളെയും മുൾമുനയിൽ നിർത്തുന്ന പോലുള്ള സംഭാഷണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രസ്താവന ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണത് വിഡ്ഢിത്തരമാണ്, മണ്ടത്തരമാണ്. നിങ്ങളെ ഉപദേശിക്കാനോ നിങ്ങളെ നന്നാക്കാനോ യാതൊരു ഉദ്ദേശവും എനിക്കില്ല. കേട്ടത് പാതി കേൾക്കാത്തത് പാതി പറഞ്ഞതുമല്ല. നിങ്ങളുടെ വീഡിയോ കണ്ടു, അത് സോഷ്യൽ മീഡിയയിൽ പോലെ ചർച്ചയായിരിക്കുന്നു, സിനിമാ ലോകം ഞെട്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് കുറേ ആൾക്കാർ പറയുന്നു. നിങ്ങളങ്ങനെ പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് കുറേ ആൾക്കാർ പറയുന്നു. അതിപ്പോൾ എന്ത് ചെയ്താലും രണ്ടഭിപ്രായം ഉണ്ടാവുമല്ലോ മനുഷ്യർക്ക്. അപ്പോൾ ആ അഭിപ്രായത്തിൽ നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാ നടികളെയും അടച്ചാക്ഷേപിച്ചത് തെറ്റ്. നിങ്ങൾക്ക്
നിങ്ങളുടെ സ്റ്റാൻഡിൽ വേണമെങ്കിൽ കുറച്ച് നിൽക്കാം. നിങ്ങളുടെ കയ്യിൽ പല തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ ചിലപ്പോൾ ഇനി അടുത്ത് തന്നെ പുറത്തു വിടായിരിക്കാം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഈ വക ടോപ്പിക്കുകൾ നമുക്ക് നിർത്തുന്നല്ല, അതൊന്നും വേണ്ട. ഇവരൊക്കെ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മുടെ അമ്മ പെങ്ങന്മാരായിട്ട് കാണാം. അവരൊന്നും ഇനി അവർ നടികളായിട്ട് നമ്മളൊരുപാട് ഇഷ്ടപ്പെടുന്ന നടികളുണ്ട്, അവർ നമ്മൾ ആരാധിക്കുന്ന നടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ നമ്മുടെ മനസ്സിലെ ഒരു ബിംബങ്ങളാണ്. അവരൊന്നും തച്ചുടയ്ക്കാൻ നോക്കണ്ട പ്ലീസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ.